ശിവകാർത്തികേയൻ്റെ അമരൻ സിനിമയുടെ ഭാഗത്തുനിന്ന് ഫസ്റ്റ് സിംഗിൾ പുറത്തു വരാൻ പോവുകയാണ്. ഇതൊരു ലവ് സോങ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. അമരൻ സിനിമയിൽ ശിവകാർത്തികേയൻ്റെ നായികയായിട്ട് സായ് പല്ലവിയാണ് എത്തുന്നത്. അല്ലു അർജുൻ്റെ പുഷ്പ സിനിമ ഈ വർഷം ഡിസംബർ മാസത്തിലേക്ക് റിലീസ് പോസ്റ്റ്പോണ്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. കൺഫേം അല്ല, ജസ്റ്റ് റൂമറാണ്. കാരണം പുഷ്പ സിനിമ ഓഗസ്റ്റ് മാസത്തിലാണ് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു മാസത്തിലാണെങ്കിൽ ഒരുപാട് റിലീസുകളുണ്ട്. എന്തായാലും സിനിമയുടെ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അപ്ഡേറ്റ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കാം. ജൂനിയർ NTRൻ്റെ ദേവര സിനിമയുടെ റിലീസ് ഇപ്പോൾ പ്രീപോൺ ചെയ്തിരിക്കുകയാണ്. സിനിമ സെപ്റ്റംബർ 27-നാണ് തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത്. ദേവര സിനിമയുടെ മുഴുവൻ ഷൂട്ടിംഗ് ജൂലൈ മാസത്തിൽ അവസാനിക്കുമെന്നാണ് കേൾക്കുന്നത്. ജൂൺ 17-ന് ദേവര സിനിമയ്ക്ക് തായ്ലാൻഡിലൊരു ഷൂട്ടിംഗ് ഉണ്ട്. തായ്ലാൻഡിൽ ഒരു മെലഡി സോങ് ആണ് ഷൂട്ട് ചെയ്യുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു സോങ്ങിൽ ജൂനിയർ NTRും ജാൻവി കപൂറും ഉണ്ടാവും. കൽക്കി സിനിമയുടെ ഭാഗത്തുനിന്ന് ദിശ പട്ടാണിയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ പോസ്റ്റർ പുറത്തു വന്നു. റോക്സി എന്ന ക്യാരക്ടറായിട്ടാണ് ദിശ പട്ടാണി കൽക്കി സിനിമയിൽ അഭിനയിക്കുന്നത്. ദഗ് ലൈഫ് എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ജോർജ് ജോർജിന് പരിക്ക് പറ്റി. ഒരു ഹെലികോപ്റ്റർ സീക്വൻസ് എടുക്കുന്നതിനിടയിലാണ് ജോർജ് ജോർജിന് പരിക്ക് പറ്റിയത്. ഇത് വളരെ റിസ്കി ആയിട്ടുള്ളൊരു ഷോട്ടായിരുന്നു. അജിത്തിൻ്റെ വിടാമുയർച്ച സിനിമയ്ക്ക് ഇനി ഏകദേശം 35 ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ട്. ആക്ഷൻസിനും ഇമോഷൻസിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന വിടാമുയർച്ച സിനിമയുടെ ഇനിയുള്ള ഷൂട്ടിംഗ് അസർബൈജാനിലായിരിക്കും. അതുപോലെ സിനിമയുടെ ഫൈനൽ ഷൂട്ടിംഗ് പൂനെയിലാണ്. ചിയാൻ വിക്രമിൻ്റെ വീര ധീര സൂരൻ എന്ന സിനിമയുടെ സെക്കൻഡ് ഷെഡ്യൂൾ ജൂൺ 20-ന് തുടങ്ങും. ഒരു ആക്ഷൻ ത്രില്ലർ ഡ്രാമ ഇമോഷൻസ് അടങ്ങിയ ചിത്രമാണ് വീര ധീര സൂരൻ എന്ന സിനിമ. ചിത്ത സിനിമയുടെ ഡയറക്ടറാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. ചിയാൻ വിക്രമിൻ്റെ ഒരു ഗംഭീര പെർഫോമൻസ് തന്നെ ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ സുരാജ് വെഞ്ഞാറമൂടും ഈ ഒരു സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട റോളിലെത്തുന്നുണ്ട്. വിജയുടെ ഗോട്ട് സിനിമയുടെ ഭാഗത്തുനിന്ന് പുറത്തു വന്ന അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗോട്ട് സിനിമയുടെ ക്ലൈമാക്സിൽ വളരെ യങ് ലുക്കിൽ, അതായത് ഒരു 20കളിലൊക്കെ നിൽക്കുന്ന വിജയും അതുപോലെ ഏജ്ഡ് ആയിട്ടുള്ള ലുക്കിലുള്ള ദളപതിയും തമ്മിലുള്ള ഒരു ഫൈറ്റായിരിക്കും ഗോട്ട് സിനിമയുടെ ക്ലൈമാക്സിൽ നമ്മൾ കാണാൻ പോകുന്നത്. അതുപോലെ ഏജ്ഡായുള്ള ദളപതിയും അച്ഛനും മകനുമായിരിക്കും ഗോട്ട് സിനിമയിൽ എന്നാണ് പറയുന്നത്. അതുപോലെ യങ്ങായിട്ടുള്ള ദളപതി ആയിരിക്കും ഈ ഒരു സിനിമയിൽ വില്ലനായിട്ട് എത്താൻ പോകുന്നത്. ഇങ്ങനെയൊക്കെയാണ് അപ്ഡേറ്റുകൾ വരുന്നത്. ഗോട്ട് സിനിമയുടെ ഒരു അപ്ഡേറ്റ് ഈ മാസം തന്നെ പുറത്തു വരുമെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ പ്രൊഡ്യൂസർ തന്നെയാണ് കൺഫേം ചെയ്തിരിക്കുന്നത്. ഇത് സിനിമയുടെ സെക്കൻഡ് സിംഗിൾ ആയിരിക്കുമെന്നാണ് പറയുന്നത്. ഗോട്ട് സിനിമയിൽ വിജയുടെ ഒരു കഥാപാത്രത്തിൻ്റെ പേരായിട്ട് സ്നേഹ എത്തുന്നുണ്ട്. സ്നേഹയ്ക്ക് ഒരു ദിവസത്തെ ഷൂട്ടിംഗ് കൂടി ഗോട്ട് സിനിമയുടേതായിട്ട് ബാക്കിയുണ്ട്. സിനിമയിലുടനീളം വിജയുമായിട്ട് കോമ്പിനേഷൻ സീൻസ് ഉണ്ടെന്നാണ് സ്നേഹ പറയുന്നത്. ஒன் டே ஷூட் இருக்கு, நல்லபடியா போயிட்டு இருக்கு, சீக்கிரம் ரிலீஸ் ஆகும். ஓகே ஓகே, நீங்க அப்டேட்லாம் சொல்ல வேண்டாம். தளபதி அவர்களோட நீங்க இருக்கீங்களான்னு மட்டும் சொல்லுங்க. தளபதியோட நான் இருக்கேன், கண்டிப்பா எல்லா சீன்லயும். എന്തായാലും ഗോട്ട് സിനിമയുടെ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം.